ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ തന്നെ സച്ചിയാണെങ്കിൽ ഒരു ഓട്ടം പോയിട്ടുണ്ട് കേട്ടോ. രേവതി, ഞാൻ കുറച്ച് താമസിക്കും, എനിക്കൊരു ലോങ് ട്രിപ്പാണുള്ളത്. അപ്പോൾ സച്ചിയേട്ടാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോ. ഇല്ല രേവതി, കസ്റ്റമർ അവിടെ വെയിറ്റ് ചെയ്യാണ്, എനിക്ക് അത്യാവശ്യമായിട്ട് ചെല്ലണം, നീ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് ധൃതി വെച്ച് പോവാണ് കേട്ടോ. അങ്ങനെ സച്ചി പോയതിന് ശേഷവും രേവതി വീണ്ടും അടുക്കളയിൽ ഓരോ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ സമയം ചന്ദ്രമതി ആണെങ്കിൽ ഹോളിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എടി രേവതി, ചായ ചോദിച്ചിട്ട് എത്ര നേരമായി എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും രേവതി ഇതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. ഭയങ്കര തിരക്ക് പിടിച്ച പണിയാണ്. ഇവൾ അവിടെ എന്ത് ചെയ്യുവാണെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ചന്ദ്രമതി അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. ഈ സമയം രേവതിയാണെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്താടി പൂ കിട്ടുന്നോളെ, നിനക്ക് ചെവിയൊന്നും കേൾക്കില്ലേ? എന്താമ്മേ രാവിലെ വന്ന് എന്തിനാ ഇവിടെ കിടന്ന് ഒച്ച വെക്കുന്നത്? ഞാനിവിടെ ഓരോ പണി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ആ ചെയ്തോ, ഞാനേ നേരം വെളുത്ത് ഒരു ഗ്ലാസ് ചായ ചോദിച്ചിട്ട് എത്ര നേരമായി. അമ്മയ്ക്ക് ഞാൻ രാവിലെ തന്നെ ചായ തന്നിരുന്നല്ലോ എന്നിങ്ങനെ പറയുന്ന സമയത്ത്, അതെ രാവിലെ ഒരു ചായ കുടിച്ചെന്നും പറഞ്ഞ് എനിക്ക് ഒന്നും കൂടി കുടിക്കില്ലെന്നുണ്ടോ? എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ, അതിന് വേണ്ടിയിട്ടാ നിന്നെ അവിടെ കിടന്ന് വിളിച്ചത്. ഓ, നീ ഇപ്പൊ വലിയ പൂക്കാരിയൊക്കെ ആയല്ലോ. 10 കാശ് കൈ വന്നപ്പോ അവളുടെ അഹങ്കാരം കണ്ടില്ലേ? ഇതാ പറയുന്നത്, നിന്നെയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്തണമെന്ന്. ദേ അമ്മേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പൊ എന്തിനാ പറയുന്നത്? അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഒരു ചായയല്ലേ, അവിടെ പോയിരുന്നു, ഞാൻ കൊണ്ടുതരാന്ന് രേവതി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും, എടി നീ എന്നെ ഇരുത്തൊന്നും വേണ്ട, ഞാൻ ചോദിക്കുന്ന സമയത്തെ എനിക്ക് അവിടെ ചായ കിട്ടിയിരിക്കണമെന്ന് പറയാനേ. അപ്പോഴേക്കും, അമ്മേ ഞാൻ കൊണ്ടുതരാന്നാ പറഞ്ഞത്, എന്നെ കൊണ്ട് ഇനി കൂടുതൽ ദേഷ്യം പിടിപ്പിക്കല്ലേ എന്ന് പറയാനേ. അപ്പോഴേക്കും ചന്ദ്രമതിക്ക് പെട്ടെന്ന് രേവതി ഇങ്ങനെ ദേഷ്യം റിയാക്ട് ചെയ്യുന്ന കണ്ടിട്ട് പെട്ടെന്ന് ഒരു ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. ഇവളുടെ കയ്യിൽ കത്തിയാണല്ലോ ഇരിക്കുന്നത്, എന്തായാലും അവിടെ പോയിരിക്കാം, ചായ വരുമായിരിക്കും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ ചന്ദ്രമതി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതിയാണെങ്കിൽ ചായ കൊണ്ടുപോയി ചന്ദ്രമതിക്ക് കൊടുക്കുന്നുണ്ട്. ചന്ദ്രമതി ആണെങ്കിൽ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രവി ഇങ്ങനെ വോക്കിങ്ങിന് പോയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, ആ രവിയേട്ടൻ വരാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുമായിരുന്നു, ഇന്ന് എനിക്കൊരു നേർച്ചയുണ്ട്, അമ്പലത്തിൽ ഒന്ന് പോയിട്ട് വരാന്ന് പറയണേ. അപ്പൊ രവി പറയുന്നുണ്ട്, ചന്ദ്രൻ ഞാൻ ഇന്ന് നന്നായിട്ട് ടയേർഡായിട്ടുണ്ട്, നീ ആ ഭാമയും കൂട്ടിയിട്ട് പോയിട്ട് വാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അല്ല രവിയേട്ടാ, ഇന്ന് രവിയേട്ടൻ തന്നെ എൻ്റെ കൂടെ വരണം, രവിയേട്ടനും കൂട്ടിയിട്ടാണ് എനിക്ക് അമ്പലത്തിൽ പോകേണ്ടത്, തന്നെയല്ല ഭാമയ്ക്ക് ഇന്ന് എന്തോ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെന്ന് പറയാണ്. ആ അതാണല്ലോ ഞാൻ ഓർത്തത്, അല്ലെങ്കിൽ ഭാമയും കൂട്ടിയാണല്ലോ പോകുന്നത്. അതൊന്നും അല്ലേ രവിയേട്ടൻ എൻ്റെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ ഇല്ലയോ? ആ ശരി, ഞാൻ പോയി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രവി അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ ചന്ദ്രമതിയും പോയി കുളിക്കാനും അമ്പലത്തിൽ പോകാനുള്ളതൊക്കെ റെഡി ആവാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രേവതിയോട് വിളിച്ച് പറയുന്നുണ്ട്, രേവതി പെട്ടെന്ന് എന്നെ കാപ്പി എടുത്ത് വെക്ക്, ഞാൻ പോയി കുളിച്ചിട്ട് വരാം, എനിക്കൊന്ന് അമ്പലത്തിൽ പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ശരി അമ്മയെന്ന് രേവതിയും പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ രേവതി പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ടേബിളിലേക്കൊക്കെ വെക്കുന്നുണ്ട്. ഈ സമയം ശ്രുതിയാണെങ്കിൽ ഓഫീസിൽ പോകാനായിട്ട് റെഡിയായി വരുമ്പോഴേക്കും ശ്രുതിയെ വിളിച്ചിട്ടൊന്നും എഴുന്നേക്കുന്നില്ല കേട്ടോ. ശ്രുതി, നീ ഒന്ന് എണീറ്റേ, എന്ത് ഇങ്ങനെ കിടക്കുന്നത്? ഓഫീസിൽ പോകണ്ടേ, നിനക്കിന്ന് പോകണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, ശ്രുതി ഞാൻ പുറകെ വന്നോളാം, ശ്രുതി ഇപ്പൊ പോയി ഷോപ്പ് ഓപ്പൺ ആക്കുമ്പോഴത്തേക്കിനും ഞാനങ്ങ് എത്തിക്കോളാന്ന് പറയുന്നുണ്ട്. എന്നാലും ശ്രുതി നീ വരാതെ എങ്ങനെയാ? ശ്രുതി എനിക്ക് ഇത്തിരി തലവേദനയുണ്ട്, നീ പൊക്കോ, ഞാൻ വന്നോളാന്നല്ലേ പറഞ്ഞെന്ന് പറഞ്ഞ് ശ്രുതി ദേഷ്യപ്പെട്ട് അവിടെ കിടക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ മടിച്ചാട്ടാണെങ്കിലും വന്നിട്ട് പെട്ടെന്ന് തന്നെ, അമ്മേ എനിക്ക് കാപ്പി എടുത്ത് വെക്കെന്ന് പറയാണ്. എന്നാൽ ചന്ദ്രമതി അവിടെ നിന്നോണ്ട് രേവതി ശ്രുതിക്ക് കാപ്പി എടുത്ത് കൊടുക്കെന്ന് വിളിച്ച് പറയുന്നുണ്ട്. അമ്മേ അതെല്ലാം ടേബിളിൽ വെച്ചിട്ടുണ്ടെന്ന് രേവതി പറഞ്ഞിട്ട് രേവതി പണിയാണ് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ശ്രുതി പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. ഈ സമയം വർഷയും ശ്രീകാന്തും കൂടി അവിടെ അവരുടെയും ഡ്യൂട്ടിക്കൊക്കെ ആയിട്ട് പുറത്തേക്ക് പോവാണ് കേട്ടോ. അതിനുശേഷമായിട്ട് ചന്ദ്രമതിയും രവിയും കൂടി വന്നിട്ട് കാപ്പി കുടിക്കുന്ന സമയത്ത് രവി ചോദിക്കുന്നുണ്ട്, മോളെ സച്ചി എവിടെ? അതച്ഛ സച്ചിയേട്ടനൊരു ലോങ് ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ പോയിരുന്നു, അപ്പോൾ അവൻ കാപ്പി കുടിക്കാതെയാണ് പോയത്. ആ അതെ, വഴിയിൽ നിന്ന് കഴിച്ചോളാന്നാ പറഞ്ഞത്, കസ്റ്റമർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് സച്ചിയേട്ടൻ ധൃതി വെച്ചാ പോയെന്ന് പറയുന്നുണ്ട്. ആ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒന്നും ആരോഗ്യത്തിന് നല്ലതല്ല,
പാവം എത്ര നാളെന്നും പറഞ്ഞിട്ടാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, ഓ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് ചുമ്മാ സ്റ്റിയറിംഗ് പിടിച്ചോണ്ടിരുന്നാ മതിയല്ലോ, അതിന് ഇത്ര കഷ്ടപ്പാടുണ്ടോ? പിന്നെ കടയിൽ നിന്ന് കഴിക്കാന്നും പറഞ്ഞു പോയത് ഇവളുണ്ടാക്കുന്നതിന്റെ ടേസ്റ്റേ എപ്പോഴും പിടിക്കുന്നുണ്ടാവില്ല, അവൻ മാറി ടേസ്റ്റോട് കൂടി കഴിക്കാന്നും പറഞ്ഞിട്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും രേവതി ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, രേവതി മോൾ ഉണ്ടാക്കി മുമ്പിൽ വെച്ചിരിക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നീ ഇങ്ങനെ തന്നെ പറയണം, നിനക്ക് നാണോ ഇല്ലേ ചന്ദ്രൻ എന്ന് ചോദിക്കുവാണേ. അപ്പോഴേക്കും ചന്ദ്രമതി പെട്ടെന്ന് തന്നെ ഇങ്ങനെ മിണ്ടായിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും എന്നിട്ട് രവി ചോദിക്കുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയാ ചന്ദ്രൻ, വെറുതെ ഇങ്ങനെ സ്റ്റിയറിംഗും പിടിച്ചുകൊണ്ടിരിക്കാനേ നല്ല രസമാ. 50 വർഷം സ്റ്റിയറിംഗ് പിടിച്ച ഈ കൈകളാണ് നീ ഇന്നേ ഈ നിന്റെ അഹങ്കാരത്തിന്റെയും കാര്യം നീ മറക്കണ്ടെന്ന് പറയാനേ. അപ്പോഴാണ് പെട്ടെന്ന് തന്നെ ചന്ദ്രമതിക്ക് മനസ്സിലാവുന്നത് നമ്മുടെ രവിയും KSRTCയിലെ ഡ്രൈവർ ആയിരുന്നല്ലോ. അപ്പോൾ അയ്യോ ഞാൻ രവിയേട്ടനെ ഉദ്ദേശിച്ചല്ല, അതെനിക്ക് മനസ്സിലായി ചന്ദ്രൻ, ഈ സ്റ്റിയറിംഗ് പിടിക്കുക എന്നുള്ളതേ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, നമ്മുടെ വാഹനത്തിൽ ഇരിക്കുന്ന അത്രയും പേരുടെ ജീവൻ വെച്ചിട്ടുള്ള ഓട്ടോ അതൊന്നും നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി അമ്പലത്തിലേക്കും പോകുന്നുണ്ട്. രേവതിയാണെങ്കിൽ കുറെ കഴിഞ്ഞിട്ട് രേവതിക്ക് പൂവൊക്കെ മേടിക്കാനായിട്ട് പോകണമല്ലോ. അപ്പോൾ ശ്രുതി ഇതുവരെ ഇറങ്ങി പോകുന്നതായിട്ടൊന്നും കണ്ടില്ല. അങ്ങനെ പോയി നോക്കുന്ന സമയത്ത് ശ്രുതി ഭയങ്കരമായിട്ട് തലവേദന എടുത്ത് കിടക്കുകയാണല്ലോ. രേവതി വിളിക്കുന്നുണ്ട് കേട്ടോ, ശ്രുതി എന്താ പറ്റിയ, നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലേ, കഥ കടിച്ചോ, ഞാൻ പോവാന്ന് പറയുന്നുണ്ടേ. അപ്പോഴേക്കും എനിക്ക് ഒട്ടും വയ്യ രേവതി, എനിക്ക് വല്ലാതെ ഛർദ്ദിക്കാനൊക്കെ വരുന്നുണ്ടെന്ന് പറയാനേ. എപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അയ്യോ എല്ലാവരും പോയല്ലോ, സച്ചിയേട്ടനെ ഞാനൊന്ന് സച്ചിയേട്ടനെ വിളിച്ചു നോക്കട്ടെ. എന്താ ശ്രുതി ചോദിക്കുന്ന സമയത്ത് ശ്രുതി പെട്ടെന്ന് തന്നെ പോയി ഛർദ്ദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും എന്തേലും BP വല്ല ലോ ആയതായിരിക്കും, ഞാൻ പെട്ടെന്ന് തന്നെ സച്ചിയേട്ടനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് രേവതിയാണെങ്കിൽ സച്ചിനെ കുറേ പ്രാവശ്യം കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സച്ചി ഫോണ് എടുക്കുന്നില്ല. അതിനുശേഷമായിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ട് രേവതി ശ്രുതിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ രേവതി ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ. കാരണം ശ്രുതിക്ക് അങ്ങനെയൊന്നും ഒരു അസുഖങ്ങളൊന്നും വന്ന് കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിയുമ്പോഴേക്കും രേവതി പെട്ടെന്ന് തന്നെ ഡോക്ടർ ശ്രുതിക്ക് പെട്ടെന്ന് തന്നെ തല കറങ്ങി കുറെ നല്ല ക്ഷീണമുണ്ട്, ഇപ്പൊ കണ്ണൊന്നും തുറക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനിലാണ്. അവർ പറയുന്നുണ്ട്, നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട, പിന്നെ നിങ്ങൾ പേഷ്യൻസിന്റെ ആരാന്ന് പറഞ്ഞ, ഞാൻ സിസ്റ്ററാണ്, ഹസ്ബൻഡിന്റെ ചേട്ടന്റെ അനിയന്റെ ഭാര്യയാണെന്ന് പറയണേ. ഓ ആണല്ലേ, അപ്പൊ പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ, പേഷ്യൻസിനെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ചെല്ലുന്നുണ്ട് കേട്ടോ. രേവതിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹോസ്പിറ്റലിന് മുമ്പിലൂടെ നടക്കുകയാണ്. കാരണം അച്ഛനെ അമ്മേനെ ഒന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല. സച്ചിനെ വിളിച്ചിട്ടാണെങ്കിൽ റിങ് ഉണ്ട്, ഫോണും എടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട്, ഡോക്ടർ വന്നിട്ട് നിങ്ങൾ ഇനി അകത്തേക്ക് വന്നോളൂ എന്ന് പറയുമ്പോഴേക്കും രേവതി പെട്ടെന്ന് തന്നെ ധൃതി വെച്ച് കയറി ചെല്ലാണ് കേട്ടോ. എന്താ ഡോക്ടർ, എന്താ പറ്റിയത്? നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട, ഇപ്പോ BP അല്പം ലോയാണ്, പിന്നെ സിംറ്റംസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വരാൻ പോകുന്നുണ്ടെന്നാ തോന്നിയെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, ഡോക്ടർ അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ കൺഫേം ചെയ്യുന്നില്ല, നിങ്ങൾ എന്തായാലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ തന്നെ ഇവിടെ ഞാൻ പ്രിഫർ ചെയ്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് കണ്ടിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോഴേക്കും രേവതിക്ക് ഭയങ്കര ടെൻഷൻ ആവുകയാണ് കേട്ടോ. എന്താ ഡോക്ടർ, എന്താ പറ്റിയത്? ഗൈനക്കോളജിസ്റ്റിന് അതൊക്കെ ഡോക്ടർ പറയും, പിന്നെ പേടിക്കാനൊന്നുമല്ല, ഒരു സന്തോഷ വാർത്തയാവാനാണ് ചാൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് രേവതിക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഈശ്വര, ഇനി ശ്രുതി പ്രഗ്നന്റ് ആയിരിക്കുമോ ഒന്നും നോക്കുമ്പോൾ രേവതിക്ക് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. ഇങ്ങനെ ഡോക്ടർ ശ്രുതിക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ട്രിപ്പ് ഒന്ന് കയറിക്കോട്ടെ, നല്ല ക്ഷീണമുണ്ട്, എന്തായാലും വേറെ പേടിക്കാനായിട്ടൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീടായിട്ട് ഗൈനക്കോളജിസ്റ്റ് വരുന്നുണ്ട്, ശ്രുതിയെ ചെക്ക് ചെയ്തിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു ഹാപ്പി ന്യൂസ് ആണ്, ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആണെന്ന് പറയാണ്. അങ്ങനെ സച്ചിയാണെങ്കിൽ എന്നിട്ട് അതിനുശേഷം പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും അതൊക്കെ ചെയ്തോളൂ, അതിനുശേഷം ഞാൻ അനൗൺസിന് ശേഷം വന്ന് കണ്ടോളാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ആണെങ്കിൽ പോകുന്നുണ്ട്. അതിനുശേഷം സച്ചി തിരിച്ചു വിളിക്കാണ് കേട്ടോ. എന്താ രവതി, കുറേ മിസ് കോള് കണ്ടല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് സച്ചി ഭയങ്കര വെപ്രാളത്തിലാണ് വിളിക്കുന്നത്. അത് സച്ചിയേട്ടാ, രാവിലെ തന്നെ അച്ഛനും അമ്മയും അമ്പലത്തിൽ പോയിരുന്നു, വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല, ശ്രുതിക്കാണെങ്കിൽ
തലകറങ്ങി ബോധമില്ലാതെ പോയി. ഞാൻ ആകെ പേടിച്ചു പോയി സച്ചിയേട്ടാ. എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട് രേവതി? നീ ഇപ്പൊ എവിടെയാ? അത് ഞാനൊരു ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അന്ന് ഞാൻ അങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞു ഹോസ്പിറ്റലിന്റെ പേരൊക്കെ ചോദിച്ചിട്ട് സച്ചി അവിടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതി ആണെങ്കിൽ ലാബില് ടെസ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പൊ സച്ചി ഓടി വന്നിട്ട് ഇരിക്കുന്നുണ്ട്. എന്താ രേവതി, പാർലറായിട്ടത്തേക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോ അത് സച്ചിയേട്ടാ, നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വരാൻ പോകുന്നു എന്നാ ഡോക്ടർ പറഞ്ഞ. ഇനി ഇവരിപ്പോ പുതിയതല്ലല്ലോ, പാർലറായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ആളല്ലേ എന്ന് ചോദിക്കണേ. ഓ സച്ചിയേട്ടൻ്റെ ഒരു കാര്യം അതല്ല സച്ചിയേട്ടാ, ഡോക്ടർ പറഞ്ഞു ഈ റിസൾട്ട് എല്ലാം കൊണ്ട് വിശദമായിട്ട് പറയാം. പിന്നെ ശ്രുതി പ്രഗ്നന്റ് ആണോന്ന് സംശയം ഉണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും സച്ചിക്ക് വലിയ ഇതൊന്നുമില്ല, കാരണം രേവതി പ്രഗ്നന്റ് ആവുമെന്ന് ഓർത്തിട്ട് ഒരുപാട് ഇങ്ങനെ സന്തോഷിച്ചിരുന്ന ഒരു ടൈം ഉണ്ടല്ലോ. അപ്പോഴേക്കും സച്ചിയേട്ടൻ എന്താ ഒരു സന്തോഷമില്ലാത്ത? അല്ല രേവതി, നമുക്ക് മാത്രം ഒരു സച്ചിയേട്ടൻ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. ഇതിപ്പോ നമ്മുടെ വീട്ടിലേക്ക് വരാൻ പോകുന്ന ഒരു കുഞ്ഞല്ലേ, അത് നമ്മൾ സന്തോഷിക്കണ്ടേ സച്ചിയേട്ടാ, വാന്ന് പറഞ്ഞ. അതാ രേവതി, നമുക്ക് ദൈവം ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിനെ കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അങ്ങ് പോവാണ് കേട്ടോ. ഈ സമയം ശ്രുതിയാണെങ്കിൽ കുറച്ച് ബോധമൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്ക് ഡോക്ടർ വിളിക്കുകയാണ് കേട്ടോ, ശ്രുതിയെയും വിളിക്കുന്നുണ്ട്. കൂടെ വന്നിട്ടുള്ളവരും വന്നോളൂ എന്ന് പറയുകയാണെ. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ശ്രുതി ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഈ സമയം ഡോക്ടർ പറയുന്നുണ്ട്, ശ്രുതി ഇരിക്കെ ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല ഡോക്ടർ, എന്താ പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രുതി നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് പറയാണ്. അപ്പോൾ ശ്രുതിക്ക് പെട്ടെന്നൊരു ഷോക്ക് ആവുകയാണ് കേട്ടോ. എന്താ ഡോക്ടർ? അതെ, നിങ്ങൾ രണ്ടാമതായി, അപ്പോൾ മൂത്ത കുട്ടിക്ക് എത്ര വയസ്സൊക്കെ ഉണ്ടെന്ന് ചോദിക്കണേ. അപ്പോഴേക്കും ശ്രുതി നമ്മുടെ രേവതി സച്ചി ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോഴേക്കും എന്താ ഡോക്ടർ, എന്താ പറഞ്ഞത്? മൂത്ത കുട്ടിയോ? അപ്പോഴേക്കും അതെ, നിങ്ങൾ ഇവരുടെ ആരാണെന്ന് പറഞ്ഞ് അത് ഹസ്ബൻഡിന്റെ അനിയനും വൈഫും ആണെന്ന് പറയണേ. എന്തായാലും എനിവേ കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങളുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി എത്തുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും രേവതിയും സച്ചിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ഡോക്ടർ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി, നിങ്ങളുടെ ഫസ്റ്റ് പ്രഗ്നൻസി എങ്ങനെയായിരുന്നു? കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? നോർമൽ ആയിരുന്നോ? സിസേറിയൻ ആയിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയം രേവതി പറയുന്നുണ്ട്, അയ്യോ ഡോക്ടർ, ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടുള്ളൂ, ഫസ്റ്റ് പ്രഗ്നൻസിയാന്ന് പറയുകയാണെ. അപ്പോഴേക്കും ശ്രുതിയെ ഇങ്ങനെ നോക്കിയിട്ട് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ശ്രുതി, എന്തായാലും ഞാനൊരു ഗൈനക്കോളജിസ്റ്റാണ്, ഇത്രയും വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടേ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ തന്നെ എനിക്കറിയാം അത് എത്രാമത്തെ പ്രസവമാണ്, പ്രസവിച്ചതാണോ ഇല്ലയോ എന്നൊക്കെ. പിന്നെ അതൊക്കെ പോട്ടെ, എന്താ ശ്രുതി, ഇത് ആദ്യത്തെ കുട്ടിക്ക് എത്ര വയസ്സുണ്ടെന്നാ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് അത് ഡോക്ടർ, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടുള്ളൂ, എനിക്ക് ഇതുവരെയും ആദ്യത്തെ പ്രഗ്നൻസി ആണെന്നൊക്കെ പറയുന്ന സമയത്ത് ഡോക്ടറിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ശ്രുതി എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതേ ഡോക്ടർ, ഈ പാർലറായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് 1 വർഷമായിട്ടുള്ളൂ, എൻ്റെ ഏട്ടനാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്, അവർക്ക് വേറെ കുട്ടികളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഡോക്ടറിന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇതിലെന്തോ കള്ളത്തരം നടന്നിട്ടുണ്ട്. അപ്പോഴേക്കും അവരുടെ മുമ്പിൽ വെച്ചിട്ട് വേറെ ഒന്നും പറയുന്നില്ല. എന്നാൽ ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും ഫസ്റ്റ് ഡെലിവറിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാലേ എനിക്ക് മുമ്പോട്ടുള്ള ചികിത്സകളൊക്കെ സാധ്യമാകത്തുള്ളൂ. എന്തായാലും അതിൻ്റെ റിപ്പോർട്ട്സൊക്കെ എനിക്ക് കാണണം. ഇവിടെ തന്നെയാണ് ചികിത്സ തുടരുന്നതെന്നുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ എന്നോട് തുറന്ന് പറഞ്ഞേ മതിയാവൂ. പിന്നെ ഞാൻ അടുത്ത ദിവസം നിങ്ങൾ വന്ന് ബുക്ക് ചെയ്ത് ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞിട്ട് അവർ എന്നാൽ ശരി പൊക്കോന്ന് പറഞ്ഞിട്ട് കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷമായിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, ഡോക്ടർ എന്താ പറഞ്ഞത്, എന്താ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ശ്രുതിയൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, രവതി, ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ, ആദ്യം ഒരു കുട്ടി ഉണ്ടായിരുന്നെന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഈ പാർലറായിട്ട് പക്ക ഫ്രോഡാണെന്നുള്ളത്, ഇതിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട്, ആ ഡിഗ്രിക്കാരനെ നന്നായിട്ട് പറ്റിക്കപ്പെട്ടെന്നാ തോന്നുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചിയേട്ടനൊന്നും മിണ്ടാതിരുന്നേ, ഇത് എന്തെങ്കിലും ഡോക്ടറിന് മിസ്റ്റേക്ക് പറ്റിയതാണെങ്കിലോ എന്ന് പറഞ്ഞിട്ട് രേവതി വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, നീ എന്താ മിണ്ടാത്തത്, ഡോക്ടർ പറഞ്ഞതിനൊന്നും മറുപടി പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി രേവതി, ഞാൻ പറയാം, എനിക്ക് എല്ലാം പറയാം, എനിക്കിപ്പോൾ വയ്യാന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ശരി, എനിക്കിപ്പോൾ വേറൊന്നും അറിയണ്ട, ശ്രുതിക്ക് ആദ്യം ഒരു കുട്ടി ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ്. ഈ സമയം സച്ചിൻ ദേഷ്യപ്പെട്ട് വരുന്നുണ്ട്, എൻ്റെ ചേട്ടനെയാണ് നീ പറ്റിച്ചിരിക്കുന്നത്,
ആ പൊട്ടനെ പറ്റിക്കാനായിട്ട് ആർക്കും കഴിയും. എന്നാൽ ഇതുപോലൊരു കള്ളത്തരം പറഞ്ഞ് ഇതിനകത്ത് എന്തൊക്കെ ചതി ഉണ്ടെങ്കിലും ഞങ്ങൾ കണ്ടെത്തും. എന്തായാലും അമ്മയും നീയും കൂടിയിട്ടേ എൻ്റെ രേവതിനെ കുറെ പയറ്റിയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടന് ഇപ്പൊ ഒന്നും മിണ്ടാതിരുന്നേ. ഇപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ലല്ലോ. ശ്രുതിയുടെ ബോഡി ഇപ്പോൾ വീക്കാണ്. തന്നെയല്ല, നമ്മുടെ വീട്ടിലെ കൊച്ചുമകൻ ഒരു കുഞ്ഞാണിപ്പോൾ ശ്രുതിയുടെ വയറ്റിലുള്ളത്. അപ്പൊ നമ്മളെ വിഷമിപ്പിക്കാതെ നോക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സച്ചി ദേഷ്യപ്പെടുന്നതിനോടൊക്കെ രേവതി ആണെങ്കിലും മിണ്ടാതിരുത്തുന്നുണ്ട്. അതിനുശേഷമായിട്ട് ശ്രുതിയെ മാറ്റി നിർത്തിയിട്ട് രേവതി ചോദിക്കുന്നുണ്ട്, ശ്രുതി ഇപ്പോൾ സച്ചേട്ടന്റെ മുമ്പിൽ വെച്ചിട്ട് ഞാനൊന്നും പറയുന്നില്ല, എന്തായാലും ശ്രുതി ഇതിനുള്ള മറുപടി തന്നേ മതിയാവും. എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ശ്രുതിയാണെങ്കിൽ രേവതിയുടെ കാലിൽ വീഴാണ് കേട്ടോ. രേവതി എന്നോട് ക്ഷമിക്കണം, ഇതൊരിക്കലും ശ്രുതി ഇപ്പൊ അറിയാൻ പാടില്ല. അപ്പോൾ എന്താന്ന് ചോദിച്ചിട്ട് രേവതി ഞെട്ടിപ്പോവാണ് കേട്ടോ. അതെ, എനിക്ക് നേരത്തെ ഒരു കുട്ടിയുണ്ട്, ഒരു പ്രായമുള്ള ആളുമായിട്ട് എൻ്റെ വിവാഹം അമ്മ നടത്തിയിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് സാമ്പത്തികമൊന്നും ഇല്ലായിരുന്നു. എനിക്കൊരു മൂത്ത കുട്ടിയുണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്തൊക്കെയാ ശ്രുതി പറയുന്നത്, എന്നിട്ട് ആ കുട്ടി എവിടെ? നീ ശ്രുതി ചതിച്ചത് മാത്രമല്ലാതെ ആ കുട്ടിയും കൂടി നീ എന്ത് ചെയ്തു? നീ കൊന്നു കളഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. അപ്പോഴേക്കും അല്ല, എൻ്റെ മകൻ ഇപ്പോൾ സുരക്ഷിതമായിട്ടുണ്ട്, അവന് കുഴപ്പമൊന്നുമില്ല, എന്നാലും എനിക്ക് ശ്രുതിയുടെ കൂടെ ജീവിക്കണം രേവതി, എനിക്ക് ശ്രുതിയുടെ കുഞ്ഞിനെ പ്രസവിക്കണം. ഇതിപ്പോ ആരും അറിയില്ല, അമ്മ ആന്റി അറിഞ്ഞാൽ ഇതിനൊന്നും സമ്മതിക്കില്ല. എനിക്ക് ശ്രുതിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കാലിൽ പിടിക്കാൻ കേട്ടോ. രേവതി എന്തായാലും ഇപ്പൊ ഇതൊന്നും ആരും അറിയില്ല, സമാധാനമായിട്ട് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞോളാം, എല്ലാ സത്യങ്ങളും രേവതിയോട് ഞാൻ തുറന്നു പറയാന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ കരയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ കാല് പിടിച്ച് കരയാണല്ലോ. അപ്പോഴേക്കും സച്ചി ഓടി വരുന്നുണ്ട്, എന്താ രേവതി, എന്താ ഈ പാർലറേട്ടത്തിയുടെ അടുത്ത നാടകം എന്താ ഇവിടെ നടക്കുന്നത്? അപ്പോഴേക്കും സച്ചി നാടകമൊന്നുമല്ല എന്തായാലും എന്ന് പറഞ്ഞിട്ട് ശ്രുതി കരയാണല്ലോ. അപ്പൊ രേവതി പറയുന്നുണ്ട്, എന്തായാലും ശ്രുതി ഇപ്പൊ കരയണ്ട, ഇപ്പൊ ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾ തൽക്കാലം വീട്ടിൽ പറയില്ല, എന്തായാലും ഉടനെ തന്നെ ഈ കാര്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞേ മതിയാവും. കാരണം അത്രയധികം കള്ളത്തരങ്ങളാണ് നീ ഇപ്പോൾ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് മറ്റൊരു കുട്ടി ഉണ്ടായിട്ട് പോലും ഇതുവരെ വീട്ടില് ആരും അറിഞ്ഞിട്ടില്ല, പ്രത്യേകിച്ച് ശ്രുതി അറിഞ്ഞിട്ടില്ല. അതെന്തായാലും ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും എന്തായാലും ഞാൻ തന്നെ പറഞ്ഞോളാം, നിങ്ങൾ എനിക്കൊരു കുറച്ച് സമയം താന്ന് പറഞ്ഞിട്ട് ശ്രുതി കരയാണ് കേട്ടോ. അപ്പോഴേക്ക് രേവതി ഇങ്ങനെ മനസ്സിൽ സച്ചിയോട് പറയുന്നുണ്ട്, സച്ചേട്ടാ ഇപ്പം എന്തായാലും ബോഡി നല്ല വീക്കാണ്, ഇപ്പം എന്തായാലും ഒന്നും മിണ്ടണ്ട, അതിനുശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെയും കൂട്ടിയിട്ട് സച്ചിയും രേവതിയും കൂടി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അടുത്ത എന്താണെന്നുള്ളത് കാത്തിരിക്കും വരയ്ക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പും കൂടി ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.